ഒരു സ്ത്രീയോട് ലൈംഗികാതിക്രമം കാട്ടാൻ കൊട്ടേഷൻ നൽകിയെന്ന കേരളം അതുവരെ കേൾക്കാത്ത കുറ്റകൃത്യ വാർത്തയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. മലയാള സിനിമയിലെ പ്രധാനിയായ ദിലീപിന്റെ അറസ്റ്റിനും സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ഹേമ കമ്മിറ്റി രൂപീകരിക്കാനും വഴിവെച്ചത് ഈ കുറ്റകൃത്യമാണ്. കേസിന്റെ നാൾ വഴിയിലേക്ക് 7 വർഷത്തോളം നീളുന്ന അതിജീവിതയുടെ നിരന്തര നിയമ പോരാട്ടത്തിനൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് അന്തിമവാദത്തിലേക്ക് കടക്കുന്നത്. 2017 ഫെബ്രുവരി 17 അങ്കമാലി അത്താണിക്ക് സമീപം നടിയെ കാറിൽ വെച്ച് പീഡിപ്പിക്കുകയും വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തെന്ന വാർത്ത കേരളത്തെ ഉലച്ചു. രാജ്യത്താകെ ചർച്ചയായി. കേസിൽ ആദ്യം അറസ്റ്റിലായത് ഡ്രൈവർ മാർട്ടിൻ ആന്റണി. സിനിമാ രംഗത്തെ ഡ്രൈവർ പൾസർ സുനിയാണ് കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയതെന്ന് വ്യക്തമായി. കേസ് അന്വേഷിക്കാൻ ഉത്തരമേഖല ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ. പിന്നീട് കേസിൽ 8ാം പ്രതിയായ ദിലീപും കൂട്ടായ്മയിൽ. ഫെബ്രുവരി 23 പോലീസിനെ വെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ സുനിൽകുമാർ, തലശ്ശേരി സ്വദേശി വിജീഷ് എന്നിവരെ കോടതി മുറിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 18 സുനിൽകുമാറിനെ 1ാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം. ആകെ 7 പ്രതികൾ. 50 ലക്ഷം രൂപയുടെ കൊട്ടേഷനെന്ന് പൾസർ സുനിയുടെ മൊഴി. ദിലീപിന്റെ പങ്ക് വ്യക്തമാകുന്ന നിർണായക തെളിവുകൾ ലഭിച്ചതോടെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി ദിലീപിനെയും നാദിർഷായെയും ചോദ്യം ചെയ്യുന്നു. ജൂലൈ 10 ദിലീപിന്റെ നിർണായക അറസ്റ്റ്. 85 ദിവസത്തോളം റിമാൻഡ് തടവുകാരനായി ദിലീപ് ആലുവ സബ് ജയിലിൽ. ഒക്ടോബർ 3 ഉപാധികളോടെ ജാമ്യം. നവംബർ 22 ദിലീപിനെ 8ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം. 2018 മാർച്ച് 8 വിചാരണ നടപടികൾ ആരംഭിച്ച കേസിൽ പിന്നെ കേരളം കണ്ടത് സാക്ഷികളുടെ കൂട്ടക്കൂറുമാറ്റം. വിചാരണ നടപടികൾ നീണ്ടുപോകുന്നതിൽ സുപ്രീംകോടതി ഉൾപ്പെടെ ആശങ്ക രേഖപ്പെടുത്തിയ കേസ് നടപടികൾ നീട്ടിക്കൊണ്ടുപോകാൻ വിവിധ ഹർജികളുമായി ദിലീപ് വിചാരണ കോടതി മുതൽ സുപ്രീംകോടതി വരെ എത്തിയത് 50 തവണ. വിചാരണ കോടതി മാറ്റണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി വരെ പോയിട്ടും നടിക്ക് തിരിച്ചടി. ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡിന്റെ ഹാഷ്ടാഗ് മാറിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നടത്തിയ നിയമ പോരാട്ടത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടായില്ല. കേസ് അന്തിമവാദത്തിലേക്ക് നീങ്ങുമ്പോഴും മെമ്മറി കാർഡ് തുറന്നതിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ച് കാത്തിരിക്കുകയാണ് നടി. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന ഉറച്ച മനസ്സോടെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.